ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഓയിൽ ഏതെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂണിൻ്റെ താഴെ കാശ്മീരി ചില്ലി പൗഡറും ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല കേട്ടോ. ഇത്ര മാത്രം മതി, വേറെ ഒന്നും ഇടല്ലേ. ഇതും ചേർത്തിട്ട് നമുക്കൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു ഗ്രേവി പോലെ ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി വഴന്ന് പോകരുത്. ഇതാ ഈ ഒരു ഇതിൽ പപ്സിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഇതുണ്ടല്ലോ മസാല, അതുപോലെ ഇരിക്കുക. അപ്പോൾ നമ്മളിതാ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് 4ആയിട്ട് മുറിച്ച് കൊടുക്കണം. നമ്മൾ സമൂസ ഷീറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചിരുന്നത്, അതുകൊണ്ട് 4ആയിട്ട് മുറിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അത് എല്ലാം ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയെന്ന് വെച്ചാൽ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ഒരു സ്ലറി പോലെ, ഒരു പശ പോലെ 1 സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ സ്ലറി ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. ഒരു സമൂസയുടെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഈ മസാല നമ്മൾ തണുത്തതിന് ശേഷം ഈ ഷീറ്റിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാടൊന്നും വെക്കരുത്, കുറച്ചിട്ടോ. നല്ല ടേസ്റ്റ്, നമ്മൾ ഒറിജിനൽ പപ്സ് കഴിക്കണം അതേ ഫീലാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പശയല്ലേ ആ സ്ലറി ഒന്ന് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് പയ്യൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് നമുക്ക് ഒരു ഷീറ്റ് 2ആയിട്ട് മുറിച്ചിട്ടും ചെയ്യാം. അത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഈ മുട്ട നമ്മുടെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ പാത്തിറക്കും പോലെ ചുരുട്ട് പോലെ ചുരുട്ടിയെടുക്കുക. ശരിക്കും പപ്സ് ചുരുട്ട് എന്നൊക്കെ പറയാം അല്ലേ. ഇവിടെ പിള്ളേർ ചുരുട്ട് എന്നാട്ടോ പറയാം, പപ്സിൻ്റെ ചുരുട്ട്. അപ്പോൾ നമ്മളിതാ ഒരു ഷീറ്റ് 2ആക്കി മുറിച്ചു. ഇത് കഴിക്കാനാട്ടോ ഏറ്റവും രസം. വായിലിട്ട് അപ്പം തന്നെ അലിഞ്ഞു പോവും. ഇതാ കണ്ടോ, പകുതിക്ക്. അപ്പോൾ നമുക്കൊരു ഷീറ്റ് കൊണ്ട് 2 എണ്ണാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇത് പെട്ടെന്ന് ഇതിൻ്റെ എണ്ണയൊക്കെ ഇതിൽ ആ സോസിൻ്റെ ഇതൊക്കെ അവിടെ ഇറങ്ങി വരും കേട്ടോ. അല്ലാതെ എണ്ണയൊന്നും അല്ല അതിങ്ങനെ ഇറങ്ങി വരുന്നത്. അതിൻ്റെ മസാലയുടെ ഒക്കെ നമ്മൾ പപ്സൊക്കെ ഉണ്ടാകുമ്പോൾ ലെയർ ആകുമ്പോൾ അത് നമ്മൾ അറിയത്തില്ല. പക്ഷേ ഇതിൽ പെട്ടെന്ന് ഫീൽ ചെയ്യും. നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏത് എണ്ണയെന്ന് വെച്ചാൽ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ചുരുട്ടില്ലേ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഇതെല്ലാം സെറ്റാക്കി വെക്കും. തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇതാകരുത്, കരിഞ്ഞു പോകരുത് കേട്ടോ. അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മളൊന്ന് പയ്യൊന്ന് മൂടി വെച്ച് കൊടുക്കും കുറച്ച് നേരം, ഒരു 1.5 മിനിറ്റൊക്കെ. അപ്പോൾ തീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതുപോലെ മുരിഞ്ഞിരിക്കും കേട്ടോ. നമ്മുടെ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്താ തേച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്നും കൂടി മുകളിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്ത് ഇതിനൊക്കെ ഒന്ന് ഉരുട്ടി കുറച്ച് എണ്ണ മതി. നമുക്ക് കൂടി വന്ന 2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് എടുക്കുക. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. കണ്ടോ, ഇനി എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്നും പ്രസ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങളെല്ലാവരിലേക്കും ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ അസ്സലാമ.